ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴികൾ ആണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നാണ് ഇരുവരുടെയും മൊഴി. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, തന്ത്രിമാരുടെ മൊഴി കൂടി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് ഈ ശബരിമലയിൽ ഇത്രയധികം ഇടപാടുകൾ നടത്തുമ്പോൾ അവിടെയുള്ള എല്ലാവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ അടുപ്പവും ബന്ധവും സ്ഥാപിച്ചിട്ടുണ്ടാകണം. അതിൽ തന്നെ ഈ തന്ത്രിമാർക്ക് അവർക്ക് ഇടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് അവരുടെ മൊഴി എന്നതിൻ്റെ എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? അഭിലാഷ്, നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ തലത്തിലും അതിനപ്പുറത്തേക്ക് ബോർഡ് അധ്യക്ഷന്മാരടക്കമുള്ള രാഷ്ട്രീയ തലത്തിലെയും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. തന്ത്രിമാരുടെ പങ്ക് അല്ലെങ്കിൽ ക്ഷേത്ര തന്ത്രിയുടെ മുൻ തന്ത്രി അടക്കമുള്ളവരുടെ പങ്ക് സംബന്ധിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ ഉയർന്നു വന്നിരുന്നു. അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട ചില മൊഴികളും പരാതികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ശബരിമല ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയായിരുന്ന തിരുവഞ്ചൂർ സ്വദേശി ഒരു മേൽശാന്തി ഒരു പരാതി എസ് സി ശങ്കരൻ നമ്പൂതിരി നേരത്തെ ഒരു പരാതി വിജിലൻസ് നൽകിയിരുന്നു. പിന്നീട് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള ഒരു പരാതി തന്നെയാണ്. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പരാതി തന്റേതല്ല, താൻ എഴുതിയതല്ല എന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തു. പക്ഷേ ഇത്തരത്തിൽ നിരവധി പരാതികൾ ഈ തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇടയുള്ള ബന്ധത്തേക്ക് പരാമർശിക്കുന്ന നിരവധി പരാതികൾ ഊമക്കത്തുകളൊക്കെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു പരാതി ഇപ്രകാരമാണ്: ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ഈ തന്ത്രിക്ക് അറിയാമായിരുന്നു. രാജീവ് തന്ത്രിയുടെ പ്രധാന ഇടങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രം. അവിടെ കീഴ്ശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടെ വെച്ച് തന്ത്രി രാജീവരുടെ പ്രധാന ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി. അങ്ങനെയാണ് ശബരിമലയിലേക്ക് വരുന്നത് എന്നൊക്കെ ഉള്ള വിവരങ്ങളടങ്ങിയ കത്തുകളും അതുപോലെ തന്നെ മൊഴികളുമൊക്കെ അന്വേഷണ സംഘം ലഭിച്ചത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അറിയാനായി ഈ തന്ത്രി കണ്ഠരര് രാജീവ് അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അവർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് തന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ മൊഴിയിൽ ഉള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. ഒരു തവണ ചോദ്യം ചെയ്തു, അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കൊണ്ടുവന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ദൈവതുല്യരായി കാണുന്ന പലർക്കും ഇതിൽ പങ്കുണ്ടാകാം എന്നൊരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. ആരാണ് ദൈവതുല്യർ എന്ന ചോദ്യമൊക്കെ അപ്പോൾ ഉയർന്നു വന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് മാറിയ ചർച്ചയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ദൈവതുല്യര എന്ന് പറയുമ്പോൾ ദൈവവുമായി അത്രയധികം അടുത്തൊരു ശബരിമല അയ്യപ്പനുമായി ഏറ്റവും അധികം അടുത്ത ബന്ധം പുറത്തുനിന്ന് അവകാശപ്പെടുന്നവർ ക്ഷേത്ര തന്ത്രിയാണ്, തന്ത്രി കുടുംബമാണ്. അത്തരം ആളുകളിലേക്കാണോ പത്മകുമാർ വിരൽ ചൂണ്ടിയത്? പത്മകുമാറിനെ ഇന്ന് SITയുടെ കസ്റ്റഡി കിട്ടാനിരിക്കുന്നു. അപ്പോൾ ഈ തന്ത്രിക്കെതിരെ മുൻ തന്ത്രിക്കെതിരെ രാജീവ് കണ്ഠരര് അടക്കമുള്ളവരുടെ ഒക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി പത്മകുമാർ നൽകുമോ? ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സൂചന അദ്ദേഹം നൽകിയിരുന്നോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ശബരിമലയിലെ എന്ത് വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റണമെങ്കിലും എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവിടെ തന്ത്രി കുടുംബത്തിന്റെ അനുമതി വേണം. ആ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളാകട്ടെ അല്ലെങ്കിൽ പ്രധാന വാതിലിലെ ക്ഷേത്രത്തിലെ വാതിലിലെ കട്ടളയാകട്ടെ ആ രീതിയിൽ കൊണ്ടുപോകാൻ, ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടള പോലും അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയൊക്കെ കെട്ടിടപാടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു. അത് അനുമതി ഉണ്ടെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് സ്വാഭാവികം തന്ത്രിക്കും അറിയാമായിരുന്നിരിക്കണം. അവിടെ തന്ത്രിയുടെ കൂടി ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇതിലുണ്ടായിരിക്കുന്നത്, തന്ത്രി കൂടി കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. പത്മകുമാറിന്റെ മൊഴി വളരെ നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വളരെ നിർണായകമാണ്. വാസുവിന്റെ മൊഴി വളരെ നിർണായകമാണ്. ഇതെല്ലാം വിലയിരുത്തിയ ശേഷമാകാം ഒരുപക്ഷെ അന്വേഷണ സംഘം ഈ രണ്ട് തന്ത്രിമാരെയും പൂജാരിമാരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത് അവരുടെ മൊഴി രേഖപ്പെടുത്തിയവർ വിട്ടയച്ചിട്ടുണ്ട്. തുടർ അന്വേഷണങ്ങളിലേക്ക് പോകുമോ എന്നറിയണം. ഏതായാലും ഇന്ന് പത്മകുമാറിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുക്കാൻ തന്നെയാണ് സാധ്യത. അതോടുകൂടി ഇതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം കടന്നേക്കാം. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് ശബരിമലയുമായി അതാണല്ലോ, അതായത് അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദം പ്രധാനമായും രാഷ്ട്രീയ കോണുകളിൽ തന്നെയാണ് തട്ടി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾ എപ്പോഴും രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ് നടക്കാറുള്ളത്. ഓരോരോ സർക്കാരുകൾ മാറി വരുമ്പോൾ രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നു. അതിൽ തന്നെ
പലരും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നവരിൽ പലരും അവിശ്വാസികളാണ്, അവർക്ക് വിശ്വാസമില്ലാത്തവരാണ് എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെ തന്നെയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ ദൈവത്തോട് ദൈവസങ്കല്പത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളടക്കം ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ആ തട്ടിപ്പ് ഈ ഉദ്യോഗസ്ഥ തലത്തിലും അല്ലെങ്കിൽ ബോർഡ് തലത്തിലുമൊക്കെ എന്ന് പറയുമ്പോൾ പോലും മറ്റുള്ളവർക്ക് കൂടി പങ്കുണ്ടോ, അതിൽ തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുന്നവർക്ക് പങ്കുണ്ടോ, ആചാരങ്ങളുടെ ഭാഗമായി പദവികളിൽ ഇരിക്കുന്നവർക്ക് പങ്കുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കണമെന്ന് വലിയ തോതിലുള്ള ആവശ്യം ഉയരുന്നുണ്ട്. അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ളതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവർ ആര് തന്നെയായാലും നിയമത്തിന് മുന്നിലേക്ക് വരണം എന്നത് തന്നെയാണ് വിശ്വാസി സമൂഹത്തിൻ്റെ നിലപാട്. അപ്പോൾ അത്തരം പരാതികളും ആക്ഷേപങ്ങളും എല്ലാം ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്നു എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത് അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നീക്കമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ആദ്യം ഉദ്യോഗസ്ഥരെ മൊഴിയെടുക്കാൻ വിളിക്കുന്നു, അവരെ അറസ്റ്റിലേക്ക് പോകുന്നു. ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിന്റെ ഒരു കുറ്റക്കാർ എന്ന ഒരു ബോധ്യം ആദ്യഘട്ടത്തിലൊക്കെ പ്രചരണമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥത്തിൽ നിന്ന് വീഴ്ചയെന്ന് CPM അടക്കം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥത്തിൽ മാത്രമല്ല, മനഃപൂർവ്വമോ അല്ലാതെയുള്ള വീഴ്ച ഈ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവിടെയാണ് N. വാസു എന്ന ദേവസ്വം കമ്മീഷണറെ ആദ്യം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാസുവിലേക്ക് അന്വേഷണം പോയത്. അതേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്ക് അന്വേഷണം പോയി അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയും ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെയും വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ മൊഴി എന്താണെന്ന കാര്യമാണ് വ്യക്തമായി വരേണ്ടത്. ചില വിവരങ്ങൾ മാത്രമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. ആ മൊഴി ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളിലേക്കോ മന്ത്രിമാരടക്കമുള്ളവരുടെ പേരുകൾ പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ആ മന്ത്രിമാരിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ തന്ത്രിയിലേക്കാണോ പോകുന്നത്? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ തന്ത്രിയിലേക്ക് എത്താൻ കഴിയുന്ന എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണം ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഈ മുൻ തന്ത്രിയിലേക്ക് ഇപ്പോൾ അന്വേഷണം പോയിട്ടുള്ളത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൽ പിടിച്ചു കയറി ആ ചങ്ങലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ ചങ്ങലയിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് എത്തി നിൽക്കുന്ന കണ്ണി ഒരുപക്ഷെ ഈ തന്ത്രിയായിരിക്കാം, മുൻ തന്ത്രിയായിരിക്കാം. അദ്ദേഹത്തിന് ഇതിലെന്താണ് പങ്ക് എന്ന കാര്യത്തിനെയും വ്യക്തം വരേണ്ടിയിരിക്കുന്നു. അദ്ദേഹം കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി കബളിപ്പിച്ചാണോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പ്രതികളും സ്വർണം കടത്തിയിട്ടുള്ളത്, അയ്യപ്പന്റെ സ്വർണം കടത്തിയിട്ടുള്ളത്, ശബരിമലയിലെ സ്വർണം കടത്തിയിട്ടുള്ള കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും തന്ത്രിയിൽ നിന്ന് ലഭിച്ച വിവരം, തന്ത്രിക്കെതിരെയുള്ള മൊഴികൾ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പത്മകുമാർ കൂടി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. അവിടെ തന്ത്രി ഈ കാര്യത്തിൽ എന്താണ് തന്ത്രിയുടെ പങ്ക് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതയും വരേണ്ടതുണ്ട്. അഭിലാഷ്, ക്ഷേത്ര പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിൽ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കാറില്ല എന്ന തന്ത്രി കുടുംബത്തിന്റെ പ്രതികരണമൊക്കെ അടക്കം നേരത്തെ വന്നിട്ടുള്ളതാണ്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാറുള്ളത് എന്നതുമൊക്കെയാണ് തന്ത്രി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ പ്രധാന പ്രതിയായി നിൽക്കുമ്പോൾ ഈ കൊള്ളയ്ക്ക് ഏറ്റവും ആധികാരികമായി തെളിവായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവർ എല്ലാവരും തന്നെ ചോദ്യമുനയിലേക്ക് എത്തുന്നത്. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ഏതെങ്കിലും തരത്തിലുള്ള അറിവ് തന്ത്രിമാർക്കുണ്ടായിരുന്നോ, അതിനൊക്കെ അപ്പുറത്ത് തന്ത്രിമാരെ കൂടി കബളിപ്പിച്ചുകൊണ്ടാണോ ഈ തട്ടിപ്പ് നടന്നത് എന്നതിലൊക്കെയാണ് വ്യക്തത കൈവരേണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അന്വേഷണ സംഘം തന്ത്രിമാരിലേക്കും എത്തിയത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വേണം എന്ന് ആവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്ന് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പത്മകുമാറിന്റെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ അപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. മുരാരി ബാബുവിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. താൻ തെറ്റുകാരനല്ല എന്നും ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് മുരാരി ബാബു കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണ്ണപ്പാളികളെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 4ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിലവിൽ ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട്. താൻ നടപ്പിലാക്കിയത് ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രം എന്നായിരുന്നു ജയശ്രീയുടെ വാദം.
ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് എന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുമാണ് ജയശ്രീയുടെ ആവശ്യം. ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി കൂടുതൽ വാദത്തിനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു.